അറേബ്യൻ സിഗ്നേച്ചറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ നേരുന്നു. മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജെനി ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത് 2011 ദേരയിലാണ് നമ്മൾ ഫസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 5 years കഴിഞ്ഞു. 5 years കഴിഞ്ഞപ്പോൾ നമുക്കിപ്പം ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 4 offices ഇൻ ദുബായ്, പിന്നെ 2 warehouses, പിന്നെ ചൈനയിലൊരു ഓഫീസുണ്ട്, ജർമ്മനിയിലൊരു ഓഫീസുണ്ട്. ഈ ഏജൻസി നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡിൽ എവിടെ നിന്നിട്ടും നമുക്ക് ഷിപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ജർമ്മനിയിൽ നിന്ന് US-ലേക്ക് ഒരു ഷിപ്മെൻറ്റ് അയക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്കത് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ദേരയിൽ നമുക്ക് 2 ഓഫീസുണ്ട്. ആ 2 ഓഫീസ് പ്യൂർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആഫ്രിക്കൻ ബിസിനസ്സാണ്. ആഫ്രിക്കൻ ബിസിനസ് നമ്മൾ ഓഫീസിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്ക എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ എയർ ബൈ സീ നമ്മൾ ചെയ്യുന്നുണ്ട്. കിസൈസിലെ ഓഫീസിലാണ് നമ്മൾ ഈ റീലൊക്കേഷൻ, ഷിഫ്റ്റിംഗ്, മൂവിങ്, പാക്കിംഗ് അതുപോലുള്ള ഒരു സെഗ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് അടുത്ത വെയർഹൗസ് ഡിസ്ട്രിബ്യൂഷൻ ആ രീതിയിലുള്ള സെഗ്മെൻറ്റ് നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേൾഡ് വൈഡ് ഏജൻസി നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇൻബൗണ്ട് കൺസോളിഡേഷനും എക്സ്പോർട്ട് കൺസോളിഡേഷനും നമുക്ക് പോസിബിളാണ്. നമുക്കിപ്പോൾ ഒരു മീൻസ് ഒരു ഷിപ്മെൻറ്റിൻ്റെ എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും അത് ജനറൽ കാർഗോ ആണോ. ജനറൽ കാർഗോന് നമ്മൾ പറയുക അതായത് GCR, GCR എന്നാണ്. ജനറൽ കാർഗോൻ്റെ ഷോർട്ട് ഫോമാണ് GCR. അത് ജനറൽ കാർഗോ ആണോ അല്ലെങ്കിൽ DGR ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെരിഷബിൾ ആണോ. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. അത് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും പച്ചക്കറികളും സാധനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ഒരു കസ്റ്റമറോട് പറയും അതിൻ്റെ MSDS വേണം. MSDS എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ആ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, അത് എയർ കാർഗോ ആയിട്ട് പോകുമ്പോൾ എന്തൊക്കെ റിസ്ട്രിക്ഷൻസ് ഉണ്ട്, സീ കാർഗോ ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ടേഷൻ നോർമൽ GCR ആയിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ജനറൽ കാർഗോ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനിയല്ല ഇപ്പം DG കാറ്റഗറി തന്നെയാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാകും, അതിൽ അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാകും ഇത് UN നമ്പർ, അത് ഇന്ന കാറ്റഗറിയിലാണ്, ആ UN നമ്പർ ഉണ്ടാവും, അതിൻ്റെ പാക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, അതെങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഒക്കെ രീതികൾ അതിൽ കാണിക്കും അത് അവർ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമറോട് പറയും ഇങ്ങനെ ചെയ്യണം, അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അത് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ കാറ്റഗറിയിൽ പോകുന്ന സാധനങ്ങൾ അത് സെപ്പറേറ്റ് വെച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സെപ്പറേറ്റ് ഉണ്ടാക്കി അതിൽ എയർവേബിലിൽ അത് പ്രിൻറ്റ് ചെയ്യണം. അത് കൺസൈനറുടെ പേരും അതുപോലെ ഷിപ്പറുടെ പേരും ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നത് പോലെ ഇത് കൊമോഡിറ്റി ഡിസ്ക്രിപ്ഷനിൽ ഇന്ന UN നമ്പറാണ്, അതുപോലെ തന്നെ ഇന്ന പാക്കേജ് ഗ്രൂപ്പാണ് ഒക്കെ അതിൽ മെൻഷൻ ചെയ്യണം നമ്മൾ എയർവേബിലിൽ. സീ കാർഗോ പോകുമ്പോൾ അങ്ങനെ തന്നെ അത് കാറ്റഗറി പെർഫ്യൂമറി പ്രൊഡക്ട്സ് ആണെങ്കിൽ പെർഫ്യൂമറി പ്രൊഡക്ട്സ് എന്ന് എഴുതണം, DG UN നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോ ചെയ്യണം അതിൽ. ഇപ്പോൾ പേഴ്സണൽ കാർഗോയിൽ ഷിപ്പറുടെ പേര്, ഷിപ്പറത് പാസ്പോർട്ട് ആസ് പെർ ദ പാസ്പോർട്ട്, അതായത് ഷിപ്പറുടെ പേര് ആളെ പേരായിരിക്കും. അതുപോലെ തന്നെ റിസീവറും സെയിം ആൾ തന്നെയാണ് പേഴ്സണൽ കാർഗോയിൽ പോയിട്ട് ക്ലിയർ ചെയ്യേണ്ടത്. അത് നമ്മൾ സെൽഫ് യൂസിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതുപോലെ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി ഇവിടുത്തെ ഒരു കമ്പനി വേറൊരു രാജ്യത്തുള്ള ഒരു കമ്പനീൻ്റെ പേരിൽ അയക്കുന്നതാണെങ്കിൽ ഇവിടെയുള്ള കമ്പനിക്ക് ഇവിടെ എക്സ്പോർട്ട് ലൈസൻസ് വേണം, അതുപോലെ തന്നെ എക്സ്പോർട്ട് കോഡ് വേണം ദുബായ് കസ്റ്റംസിൽ. അതുപോലെ തന്നെ അവിടെ ക്ലിയർ ചെയ്യുന്ന വേറൊരു രാജ്യത്ത് ക്ലിയർ ചെയ്യുന്ന ആ കമ്പനിക്ക് അവിടെയുള്ള ഇമ്പോർട്ട് ലൈസൻസ് വേണം. അങ്ങനെയാണെങ്കിൽ കമ്പനി ടു കമ്പനി പോകുന്നത് അതാണ് കൊമേഴ്ഷ്യൽ കാർഗോ. പിന്നെ പേഴ്സൺ ടു പേഴ്സൺ പോകുന്നത് പേഴ്സണൽ കാർഗോ. അത് ഹൗസ് ഹോൾഡ് ഗുഡ്സ്, നമ്മൾ സെൽഫ് യൂസിനുള്ള സാധനങ്ങൾ, പുസ്തകങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാക്കുന്നതാണ് പേഴ്സണൽ എഫക്ട്സ്. ഇത് തന്നെ ഈ ഹോവർ ബോർഡ്, അതായത് ബാലൻസ് വീല്, ഇത് ആദ്യം നോർമൽ ജനറൽ കാർഗോ ആയിട്ട് പോയതാണ്. ഇപ്പം റീസെൻ്റ്ലി ഇതിപ്പം ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റ് ആണ്. ഒരു എയർപോർട്ടിൽ എടുക്കുന്നില്ല, DG കാറ്റഗറി ആയിട്ട് മാത്രമേ പോകുന്നുള്ളൂ, നോർമലായിട്ട് പോകുന്നില്ല. ഇത്
മറ്റുള്ള രാജ്യങ്ങളിൽ വേറെ പിന്നെ 1-2 രാജ്യങ്ങളിൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് UK ഇത് എക്സ്പ്ലോസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഷോപ്പിംഗ് മോളിൽ എക്സ്പ്ലോസീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഇപ്പം ഇത് റെസ്ട്രിക്റ്റഡ് ആണ്, ഈ ഹോവർ ബോർഡ്. അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ ഇപ്പം നോർമലായിട്ട് ഈ ഗ്യാസുള്ള സാധനങ്ങൾ, ഈ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങൾ, അതുപോലെ തന്നെ പെർഫ്യൂംസ്. നോർമലി പെർഫ്യൂംസ് അത്ര DG കാറ്റഗറിയിൽ വരില്ല, പക്ഷേ പെർഫ്യൂംസ് വരുന്നത് DG കാറ്റഗറിയാണ്. പെർഫ്യൂംസിൻ്റെ UN നമ്പർ തന്നെ മാറ്റാണ്. അതുപോലെ തന്നെ പാക്കിംഗ് ഗ്രൂപ്പ് മാറ്റാണ്, സെപ്പറേറ്റ് അതിനുള്ള കാർട്ടൂൺസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ DGക്കും അതിൻ്റേതായ രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളും UN നമ്പറും ഒക്കെ മാറ്റുന്നുണ്ട്. അത് എല്ലാത്തിനും അതിൻ്റേതായ ഓരോ സാധനത്തിനും അതിൻ്റെ MSDS ഉണ്ട്, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റാ ഷീറ്റ്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, ഏതാണ് UN നമ്പർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. ഇപ്പോൾ വർക്കിംഗ് കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചറിയും. ഏതാണ് ഡെസ്റ്റിനേഷൻ, ഏത് എയർലൈൻസാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, അതായത് എയർലൈൻസിൻ്റെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് റേറ്റ്സ് ഒക്കെ എടുക്കും. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് റേറ്റ്സ് അവർക്ക് കോട്ട് ചെയ്യും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ റേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ഷിപ്മെൻറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യും. ഷിപ്മെൻറ്റ്സ് ഡിപ്പാർട്ടായത് പിന്നെ അവിടെ എത്തിയത് ഒക്കെ അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കസ്റ്റമേഴ്സിന് ഇൻഫോം ചെയ്യും. നമ്മൾ ഫോൺ ത്രൂ, SMS ഉണ്ട്, ബൈ മെയിൽ എല്ലാം ഇൻഫോം ചെയ്യും കസ്റ്റമേഴ്സിനെ. അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൊക്കെ ആണെങ്കിൽ ഏത് കൺട്രി, ഇപ്പോൾ നമ്മളിപ്പോൾ WCA മെമ്പറാണ്, ഇപ്പോൾ വേൾഡ് വൈഡ് ഏജൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഏത് വേൾഡിൽ എവിടെയായാലും നമുക്ക് ഏജൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഷിപ്മെൻറ്റ് ഡീറ്റെയിൽസ്, ആ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഷിപ്മെൻറ്റ് കളക്ട് ചെയ്യും. അവിടെ നിന്ന് വിത്തിൻ ഹവേഴ്സ് നമുക്ക് ഡോക്യുമെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതുപോലെ എയർലൈൻസ്, ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നും ഇപ്പോൾ ഡെയിലി ഡയറക്റ്റ് ഫ്ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്നുള്ള സർവീസാണ്, ഫസ്റ്റ് സർവീസാണ്. വേറെ ഏതെങ്കിലും എയർലൈൻസൊക്കെ ആണെങ്കിൽ 2 to 3 days ഒക്കെ ട്രാൻസിറ്റ് ടൈം മാക്സിമം. വൺ ഷിപ്മെൻറ്റ് അറൈവ്ഡ് നമ്മൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ക്ലിയറൻസും ഡെലിവറി ഒക്കെ കൊടുക്കാൻ പറ്റും ഇൻ UAE ഓൾ ഓവർ. ദുബായിലെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കമ്പനി റൺ ചെയ്യുന്നതും മലയാളികളാണ് എന്നുള്ള ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ പല കമ്പനികളും ഇന്ന് നിലനിൽപ്പിന് വേണ്ടി തന്നെ പൊരുതുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രധാന കാരണം പുതിയ ഇന്നോവേഷൻ ഇല്ല, പുതിയ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നില്ല. അവർ ആ പണ്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് ആ ഒരു എക്സിസ്റ്റൻസിൽ നിന്നും ആ ഒരു ഈസി മെത്തേഡിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മളെ മലയാളികൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പല കമ്പനികളും ഇന്ന് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഗതികളിൽ വരെ ദുബായിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ജെനി ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഓരോ പുതിയ ചലനങ്ങളും ഏറ്റവും ഇന്നോവേഷൻ കൊണ്ടും ടെക്നോളജി കൊണ്ടും മാർക്കറ്റിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ ഒരു വലിയൊരു കമ്പനി ഏതൊരു വലിയ കമ്പനീനേക്കാളും ഒരു കടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും കൊണ്ട് തന്നെയാണ്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ഈ കൊല്ലം തന്നെ നമ്മൾ പ്ലാനിങ് നമുക്ക് ജബലലി ഫ്രീ സോണിലൊരു പുതിയൊരു വെയർഹൗസ് ഓഫീസ്, ഒരു വലിയൊരു വെയർഹൗസും ഓഫീസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഇയറിൽ തന്നെ അത് സ്റ്റാർട്ടാവും. പിന്നെ നമ്മളൊരു അബ്രോഡ് നമ്മൾ യൂറോപ്പ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിങ്ങിലൊരു നെറ്റ്വർക്ക് ഓഫീസ് ഉണ്ട്. ഇപ്പം ഒരു ജർമ്മനിയിൽ നമുക്ക് ഓൾറെഡി ഒരു ഓഫീസ് ഉണ്ട്. അത് കൂടുതൽ വിപുലീകരിച്ച് നമ്മൾ യൂറോപ്പ് ഓൾ ഓവർ യൂറോപ്പ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ പ്ലാൻ ഉണ്ട്.
പിന്നെ GCC മാക്സിമം GCC കൺട്രി നമ്മൾ ഇപ്പം ദുബായെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ ബിസിനസ് കുറയുന്നില്ല. ഇവിടെ ബിസിനസ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാത്തത് കൊണ്ടോ ഇവിടെ ഒരു കമ്പനിക്കും പ്രശ്നങ്ങളില്ല. ഇന്ത്യൻ കോണ്ടിനെൻറ്റിലും ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ ഫാർ ഈസ്റ്റ് സെക്ടേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതായത് യൂറോപ്പിനെയും US, ആഫ്രിക്ക ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ദുബായ് തന്നെയാണ്. ദുബായാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബിസിനസ് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ബിസിനസ് കുറയുന്നില്ല. നമ്മൾ പുതിയ മേഖലകൾ നമ്മൾ അന്വേഷിക്കാത്തത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും വളരാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ദീർഘവീക്ഷണം നമുക്കുണ്ട്. അതിൽ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. UAEയുടെ പ്രധാന നഗരിയായ ഫുജൈറയിൽ ലേബർ ക്യാമ്പുകൾ, ഫ്ളാറ്റുകൾ, വില്ലകൾ, ഷോപ്പുകൾ, വെയർഹൗസുകൾ എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സമീപിക്കുക മെട്രോ റിയൽ എസ്റ്റേറ്റ്. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ്യതയും മെട്രോ റിയൽ എസ്റ്റേറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. ബന്ധപ്പെടുക മെട്രോ റിയൽ എസ്റ്റേറ്റ്, ഫുജൈറ, UAE. സംഗീത പ്രേമികൾക്കും സംഗീത ആസ്വാദകർക്കുമായി അറേബ്യൻ സിഗ്നേച്ചറിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സെഗ്മെൻറ്റ് രാഗലയം സെഗ്മെൻറ്റ്. രാഗലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുഴയൊരു മണവാട്ടി, കടലിന്റെ പൊന്നാര മണവാട്ടി, 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി. കല്ലായി പുഴയൊരു മണവാട്ടി, കടലിന്റെ പൊന്നാര മണവാട്ടി, 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി. കല്ലായി പുഴയൊരു മണവാട്ടി.
കടലിന്റെ പൊന്നാരമണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണവാട്ടി കടലിന്റെ പൊന്നാരമണവാട്ടി 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി കല്ലായി പുഴയൊരു മണവാട്ടി. UAE പ്രധാന നഗരിയായ ഫുജൈറയിൽ ലേബർ ക്യാമ്പുകൾ, ഫ്ളാറ്റുകൾ, വില്ലകൾ, ഷോപ്പുകൾ, വെയർഹൗസുകൾ എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സമീപിക്കുക മെട്രോ റിയൽ എസ്റ്റേറ്റ്. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ്യതയും മെട്രോ റിയൽ എസ്റ്റേറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. ബന്ധപ്പെടുക മെട്രോ റിയൽ എസ്റ്റേറ്റ്, ഫുജൈറ, UAE.